അതുപോലെ തന്നെ വളരെ ഒരു ഫ്രഷ് ചോദ്യമാണ്. മലയാള സിനിമയിലെ ആദ്യത്തെ ക്രഷ് ആയിരുന്നു, ഇപ്പൊ അങ്ങനെ ഒരു ക്രഷ് ഉണ്ടോ മലയാള സിനിമയിൽ? മലയാള സിനിമയിൽ ആദ്യത്തെ ക്രഷ് ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു, അയ്യോ അത് ചിലപ്പോ ലാലേട്ടനൊക്കെ ആയിരിക്കും. നമ്മള് പണ്ട് തൊട്ട് അല്ലല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. ലാലേട്ടന്റെ ചിത്രമൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഒരുപാട് കാലം അരവിന്ദ് സ്വാമി ഭയങ്കര ക്രഷായിരുന്നു, മാധവൻ ഭയങ്കര ക്രഷായിരുന്നു. അതിങ്ങനെ മാറി 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 ഷാരൂഖ് ഖാൻ ഭയങ്കര ക്രഷായിരുന്നു. അതെ അതെ. പക്ഷെ ഒരുപാട് സൗത്ത് ഇന്ത്യൻ സ്റ്റാറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയല്ലോ. അപ്പോ ഈ ക്രഷുള്ള ആരെങ്കിലും കൂടെ അഭിനയിക്കാനൊക്കെ പിന്നെ അല്ല, മാധവന്റെ കൂടെ എനിക്ക് പ്രോജക്ട്സ് വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അരവിന്ദ് സ്വാമിയുടെ കൂടെ ഇതുപോലെ പ്രോജക്ട്സ് വന്നപ്പോ ഞാനിങ്ങനെ ഭയങ്കര തുള്ളിച്ചടിയും എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാം. പക്ഷെ അത് സാധ്യമായില്ല. 2 പ്രോജക്ട്സ് അങ്ങനെ വന്നതാ, അത് പറ്റില്ല. എപ്പോഴും എനിക്ക് പേഴ്സണലി ചോദിക്കണമെന്നുണ്ട് ഉള്ളൊരു കാരണം, പശുപതി സാറിന് നമ്മൾക്ക് ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന മനുഷ്യർ, പിന്നെ എപ്പോഴെങ്കിലും തീർച്ചയായിട്ടും അതെപ്പോഴും ആ ഒരു കോണ്ടാക്ട്, അത് ഇത്രയും വർഷത്തിലും ഈ പറഞ്ഞ പോലെ എന്റെ ഇൻഡസ്ട്രിയിലെ അദ്ദേഹം എന്റെ വെൽവിഷറാണ്, എന്റെ മെന്ററാണ്. ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴത്തേക്ക് വളരെ സന്തോഷിക്കുന്ന ഒരു, ഈ പറഞ്ഞ പോലെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ അല്ലേ. അപ്പൊ അത്രയും ഒരു വലിയൊരു ലെജൻഡ്. ആ ഒരു കോണ്ടാക്ട് എപ്പോഴും വിചാരിക്കും പശുപതി സാറിനായിട്ടുള്ള ഒരു കോണ്ടാക്ട് എപ്പോഴും അത് വിചാരിക്കുമ്പോ തന്നെ അത് ഇവിടെ ഇത്രയും വർഷത്തിന്റെ ഇടയിൽ ഇങ്ങനെ മുടങ്ങി പോയിട്ടേ ഇല്ല. അത് ഭയങ്കര ഒരു കോംബോ ആയിരുന്നു, ഭയങ്കര വെയിൽ സിനിമയും ഭയങ്കര വ്യത്യാസമായിരുന്നു. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സാറുമായിട്ട് ഒരു ഇതാണെന്നുള്ളത് അറിയാം. നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. പുള്ളിയുടെ സിനിമകൾ ചൂസ് ചെയ്യുന്ന സിനിമകൾ അത്തരത്തിലൊക്കെ ഉള്ളതാണല്ലോ. പിന്നെ ബിബിത്തിന്റെ ചോദ്യമാണ്, ഈ സന്തൂർ മമ്മി സൗന്ദര്യത്തിന്റെ കാരണം എന്താണെന്ന് വെളിപ്പെടുത്തി തരാമോ?